വടക്കൻ ജർമ്മനിയിലെ സ്റ്റേഡ് നഗരത്തിലെ യൂത്ത് വെൽഫെയർ സെന്ററിലുണ്ടായ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഗർഭിണികൾക്കും ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കും താമസ സൗകര്യം നൽകുന്ന സ്ഥാപനത്തിലാണ് ആക്രമണം നടന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേർ മരിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കൂടി പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. കൊല്ലപ്പെട്ട 4 സ്ത്രീകളും 2 പുരുഷന്മാരും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ കുട്ടിയുടെ സംരക്ഷണാവകാശത്തെ ചൊല്ലിയുള്ള കുടുംബ പ്രശ്നമാണ് ഈ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളോ മറ്റു ഗൂഢാലോചനകളോ ഈ സംഭവത്തിന് പിന്നിലില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 45 വയസ്സുകാരനായ പ്രധാന പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്ക് തോക്ക് കൈവശം വയ്ക്കുവാൻ ലൈസൻസ് ഇല്ലായിരുന്നു. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആക്രമണ സമയത്ത് പ്രതിയുടെ ഭാര്യയും കുട്ടിയും അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ജർമ്മനിയിലെ കർശനമായ തോക്ക് നിയമങ്ങൾക്കിടയിലും ഇത്തരമൊരു സംഭവം നടന്നത് രാജ്യം ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്.